വെൽക്കം ബാക്ക് ടു ദി ലെയ്മാൻ ഗെയിമിങ്സ്. ഇന്ന് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ്. എൻ്റെ വീഡിയോയ്ക്ക് ഒരു സബ്സ്ക്രൈബർ കമൻ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ടിപ്പ് പോലെ തന്നിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാവുന്നത് കുറച്ച് പേർക്ക് ഇത് കാണുന്നുള്ളതാണ്. അപ്പോൾ പുള്ളി പറഞ്ഞിരിക്കുന്നത് സ്പിയർ യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രീൻ സോൺ ഫോർ ഫാമിങ്ങിൻ്റെ ടൈമിൽ സ്പിയർ യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രോ താങ്ക് യു, ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ ഇതുപോലുള്ള കമൻസുകളൊക്കെ തരിക, ജസ്റ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഗെയിമിലോട്ട് പോകുന്നു. ഇന്നിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും നമ്മൾ കളക്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കയ്യിൽ തോറിൻ്റെ ഹാമറുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് എപ്പോഴത്തെ പോലെ തന്നെ നമ്മളെ പിള്ളേരെന്താ ചെയ്യുന്നത് നോക്കാം. എപ്പോഴും പോലെ വിശപ്പ് തന്നെയാണ് മെയിൻ. ഇനി ഇവർക്ക് കൊടുക്കാനായിട്ടുള്ള ഫുഡ് നിലവിലില്ലാന്ന് തോന്നുന്നു. ഇല്ല, ഇവിടെ ഇല്ല, ഇതിലും ഇല്ല. ഓക്കെ, അപ്പോൾ പുള്ളി പറഞ്ഞോളൂ, നമ്മൾ സ്പിയർ ഇപ്പോൾ യൂസ് ചെയ്യുകയാണ്. ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കിതിനെ യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എന്തായാലും ബ്രോ പറഞ്ഞ പോലെ സ്പിയർ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്പിയർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സ്പിയർ കൊണ്ട് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം, എങ്ങനെ സംഭവം നോക്കാം. നമ്മുടെ കയ്യിൽ ഹാമറും ഉണ്ട്, സ്പിയറും ഉണ്ട്. ഓക്കെ, നമുക്കിവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ 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 ഇവിടെ നിന്നും പ്രോസസ്സ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഇട്ടിട്ട് പോയാലോ, അത്രയും കുറച്ച് നല്ലത്. ചൂളയിൽ നമുക്ക് എന്തെങ്കിലും സാധനം കയറ്റാം. അവിടെ ബ്രിക്ക് നമ്മൾ ഓൾറെഡി ഉണ്ട്. ഇവിടെ നിന്നൊന്നും എടുക്കാനില്ല, ഇവിടുന്ന് ഇല്ല, ഇവിടുന്ന് എടുക്കാനില്ല. ഇവിടെ ഉണ്ട്, ഈ 41 ഐറ്റം ഉണ്ട്. അയണോറുണ്ട്, ആ ഓറ് നമുക്ക് ഫർണസിലിട്ടിട്ട് പോവാം. ഇവിടെ നിന്നൊന്നുമില്ല. ഇവിടെ നിന്നും ഇപ്പോൾ ഇതിനകത്ത് ഇടേണ്ടത് ഫർണസ് ഇടേണ്ടത് ഏതാണെന്ന് അറിയില്ല, ഞാൻ ഇട്ട് നോക്കട്ടെ. 2 ഉണ്ടല്ലോ, ഇതുണ്ട്. പിന്നെ ഉള്ളത് ഇത്. ഇവിടെ നിന്നൊന്നുമില്ല. ശരി, ഇതിനകത്ത് ഏതാ ഇടാൻ പറ്റുന്നത് നോക്കാം. ഇതിടാൻ പറ്റും. ഓക്കെ, ഇതിടാൻ പറ്റുമോ? അതും ഇടാൻ പറ്റും. ശരി, അപ്പോൾ 41 നമ്മളിവിടെ ഇടുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ ഐറ്റം ഇടാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചാർക്കോൾ ഇപ്പുറത്തുണ്ടോ? 1541. ചാർക്കോൾ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ചാർക്കോൾ വാങ്ങാൻ നോക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും. ഇന്നിപ്പോൾ എന്തെങ്കിലും ലോഗിൻ ബോണസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ബാൻഡേജ് ഉണ്ട്, റെയിൻ ക്യാച്ചറുണ്ട്, ആരോ ഉണ്ട്. ഇപ്പോൾ യൂസ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി നമുക്ക് സ്പീഡ് വേണം കൺട്രോൾസിലെ. എൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നത് കൺട്രോൾസ്. ഓക്കെ, സെറ്റ് ചെയ്യും, പ്രശ്നമില്ല. ഇവിടെ ഈ സാധനങ്ങളുണ്ട്. നമുക്ക് നേരെ ഗ്ലോബൽ മാപ്പിലേക്ക് പോവാം. ഇന്ന് എവിടെ നിന്നെങ്കിലും അടി കിട്ടുന്നുണ്ടോ നോക്കട്ടെ. നമുക്ക് പ്ലെയർ 4021 ഇവിടത്തേക്ക് എൻ്റർ ആകാൻ പറ്റുമോ നോക്കി നോക്കാം. ഈ ഒരു ഏരിയയിലോട്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഫിഷിംഗ് ടൂർണമെൻറ്റ് നടന്ന സ്ഥലമാണ്. എന്താ അവസ്ഥയെന്ന് പോയി നോക്കാം. ഒരുപാട് മാപ്പുണ്ട് ഇതിൽ, കുറച്ച് നല്ല നല്ല സ്ഥലങ്ങളാണെന്ന് തോന്നുന്നുള്ളതൊക്കെ. നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഫിഷിംഗ് ടൂർണമെൻറ്റ്. വളരെ പതുക്കെയാണ്. ഫസ്റ്റ് നമുക്ക് നോക്കണ്ടേ, നമുക്ക് പറഞ്ഞ ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അറിയില്ല. ഇത് വളരെ കോൾഡാണെന്നല്ലേ കാണിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ, എനിക്ക് തോന്നുന്നു ഡ്രസ്സുകളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഈ പ്രശ്നമുള്ളത്. പെട്ടെന്ന് ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കാം. ഇയാളെ അടിച്ചിട്ടിട്ട് അതിനിടെ വാമപ്പ് ക്ലോസ് വേണ്ട.
അതിനുശേഷം നമ്മൾ തണുത്ത് മരിക്കുമെന്ന് തോന്നുന്നുണ്ട്. ഫ്രീസിങ്. ലൈഫ് കുറേ പോകുന്നു. അയ്യോ, പിന്നെന്താ പരിഹാരമുള്ള ഇനി? ശേ, അപ്പം അതിനനുസരിച്ചുള്ള ഡ്രസ്സ് നമ്മൾ ധരിച്ചിട്ട് പോയി നോക്കാം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ഓ, അവിടെ എനിക്ക് കയറാൻ പറ്റില്ല. ഇവിടേക്ക് പോയാലോ? ഈ പ്ലെയറിൻ്റെ അടുത്തോട്ട് പോയി നോക്കാം. ഇവിടെ ലോഗിൻ ആവാൻ പറ്റുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. ജസ്റ്റ് നമുക്ക് അവിടെ പോയി നോക്കാം. ഒട്ടും ലൈഫില്ല. എന്താ അവസ്ഥയെന്ന് അറിയത്തില്ല. ഏതെങ്കിലും പ്ലെയറിൻ്റെ വീടാണോ എന്നൊരു ഡൗട്ടുണ്ട്. ഒട്ടും ലൈഫില്ല. ചെന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അടി കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മുടെ ലൈഫ് കുറവാണ്. അയാളുടെ ബൈക്കുണ്ട് ഇവിടെ. കൊള്ളാലോ, എല്ലാം എടുക്കാൻ പറ്റുന്നുണ്ട്. ക്ലോസ് ചെയ്തു. എഡിബിൾ മഷ്റൂം ഉണ്ട് അവിടെ. എഡിബിൾ മഷ്റൂം കഴിച്ചു. അയാളുടെ ഇവിടെ ഈ ലഗേജിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. വീട് ഫുള്ളി ക്ലോസ്ഡ് ആണല്ലോ കാണിക്കുന്നേ. ഒന്നുമില്ല. അയ്യോ, പൊടിച്ചകത്ത് കയറാനായിട്ട് സാധനങ്ങൾ വേണം. ഓ, ബെസ്റ്റ്. ഓ, ഫെൻസൊക്കെ വെച്ച് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം അല്ലേ? പുള്ളി എല്ലാം സെറ്റപ്പ് അകത്താണ് വെച്ചിരിക്കുന്നത് തോന്നുമല്ലോ. ഓ ഗോഡ്, നമ്മൾ ഇതുപോലെയൊക്കെ അവന് ഒരുപാട് ടൈം എടുക്കുമല്ലോ. വെൽക്കം. റിക്വയർ C4 എക്സ്പ്ലോസീവ്. ആ സാധനം നമ്മുടെ അടുത്തില്ല. വെട്ടിപ്പൊളിക്കാനായിട്ട് ഹാച്ചറ്റ് വേണം. നോക്കട്ടെ, പുള്ളിയുടെ വീട്ടിൻ്റെ മുന്നിൽ നിന്നിട്ട് നമുക്കെന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാം. പ്രിപ്പയർ ചെയ്യണമെങ്കിൽ കല്ലും കമ്പും വേണം. ഇതൊന്നും ഇല്ലാണ്ട് ചെന്ന് കയറിയാൽ ഒരു സാധനം കിട്ടില്ല. കുറച്ച് ഫ്യൂല് കിട്ടിയിട്ടുണ്ട്, അത് മാത്രമേ കയ്യിലുള്ളൂ. അതുകൊണ്ടൊന്നും ചെയ്യാനില്ല. നമുക്ക് നേരെ ഇവിടുന്ന് പോവാം. ഒട്ടും പ്ലാനില്ലാണ്ട് പോയിട്ട് കാര്യമില്ല. ഇവിടെ നമ്മൾ പോയിട്ടുണ്ട്. ഇനി നമുക്ക് പോകേണ്ട സ്ഥലം ഫെറിയിലോട്ടൊന്ന് പോയി നോക്കാം. ഇത് ഫെറിയാണോ? ഇതെന്താ കാണിക്കുന്നത് പേര്? പിയർ. ഇന്ന് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയതേ ഇല്ല. നേരെ വീട്ടിൽ നിന്ന് 1-2 സ്ഥലങ്ങളിലേക്ക് പോയി. ഇപ്പോൾ തിരിച്ച് ഇവിടെ വന്നു. അടുത്ത സ്ഥലത്തേക്ക് ലോഗിൻ ആക്കുന്നുണ്ട്. നമ്മളതിൽ ആകെ പുതിയതായിട്ട് കിട്ടിയ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂവലാണ്. അതും കൊണ്ട് ഇവിടെ എന്താ ഉള്ളത്? എല്ലാം എടുത്തു. ഇയാളെന്താ ചെയ്യുന്നത് നോക്കട്ടെ. വേണ്ട. ഇവിടെയൊന്നും സോംബീസ് ഉണ്ടാവുന്ന സ്ഥലമല്ലാന്ന് തോന്നുന്നു. എനിക്കറിയില്ല, നോക്കി നോക്കാം. ചൂണ്ടയിട്ടിട്ടുണ്ട്. ചൂണ്ടയിൽ കുടുങ്ങിയിട്ടുണ്ട്. മിസ്സായിപ്പോയി. ചൂണ്ടയിട്ടു. അപ്പോൾ ഈ കളറ് ഇതിൽ നിർത്തിയിട്ടാണോ അതിന് കൊണ്ടുപോകാൻ തോന്നുന്നു, പിടിക്കാൻ തോന്നുന്നു. ഇതെന്താ ഇത്? ഫിഷിങ് തന്നെ നോക്കട്ടെ. ഫിഷിങ്. ഇതിൽ നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഞാൻ വിചാരിച്ചില്ല ഇത്ര ഇതുണ്ടാവുമെന്ന്. ഇതിപ്പോൾ എന്താ ചെയ്യുക? ഇതിപ്പം മീനെ
കുറച്ച് എനിക്കൊന്ന് ഈ ഒരു ആംഗിൾ തന്നെ നിർത്തിയിട്ട് ഇതിനെ പൊക്കണമെന്ന് തോന്നുന്നു. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും. പോയി സെയിം എടുക്ക. ആ കിട്ടി, മീനെ കിട്ടി. ഒന്നിട്ട് നോക്കാം. അടുത്ത ഏതാ നോക്കട്ടെ. അടുത്തത് കൊത്തി. ഓക്കെ, കൊത്തിയിട്ടുണ്ട്. നമ്മൾ ഈ മീറ്റർ തന്നെ പിടിക്കാം. അയ്യോ, കമോൺ. പോയി. ഓക്കെ, അതാ ഒരു ഓറഞ്ച് കളർ തന്നെ നിൽക്കണം. താങ്ക്സ്. എന്താ ചെയ്യുക? എന്തോ ഒരു സംഭവം എഴുതി കാണിച്ചു, ഒന്നും മനസ്സിലായിട്ടില്ല. ഇവിടെ നിന്ന് ഡെഡ് ആവുന്നതിന് മുന്നേ ഇതിനെ കഴിക്കാൻ പറ്റുമോ? നമുക്കിതിനെ ആദ്യം കുറച്ച് മീനെ പിടിച്ചിട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊണ്ടുപോയി ഫ്രൈ ചെയ്യുന്ന എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. ചിലപ്പോൾ കാണുമായിരിക്കും. നോക്കട്ടെ. ഇത് സംബന്ധം വലിയ മീനുകൾ, ചെറിയ മീനുകളൊക്കെ മാറി എന്നിട്ട് വലിയ മീനുകളൊക്കെ വരും. കമോൺ. ഞാനിപ്പോൾ എക്സ്പേർട്ട് ആയല്ലോടെ. എനിക്ക് വയ്യ. നല്ല റിയലിസ്റ്റിക് ആയിട്ട് തോന്നി ഗെയിം കുറേ കളിച്ച് മുന്നോട്ട് പോകുമ്പോഴേ. ചില സമയത്ത് നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യം. ഇത് കുറച്ച് പ്രശ്നമാണല്ലോ. നിധിയൊക്കെ കിട്ടുന്നു. എന്താ സംഭവിച്ചേ? ഇത്രയും നേരം മര്യാദയ്ക്ക് പിടിച്ചുകൊണ്ടിരുന്ന മീനാണല്ലോ. കളിക്കല്ലേ നീ. കളിക്കരുത്. അത്രേ ഉള്ളൂ. മീൻ പിടിക്കാം. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഇനി വെറും കൈയായിട്ട് തിരിച്ചു പോകണ്ട. ആ പെട്ടി എന്തോ കാണിച്ചായിരുന്നു മീൻ പിടിക്കുന്ന സമയത്ത്. അതിലെന്തോ ഉണ്ട്, അത് നോക്കണം നമുക്ക്. ചിലപ്പോൾ കണ്ടിന്യൂസ് മീൻ പിടിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടുന്നതാണെങ്കിലോ. ഇത് വഴുതി പോകുന്ന മീനാണോ? അല്ല. ആ മീൻ പിടയ്ക്കുന്നതൊക്കെ സൗണ്ട് കേട്ടോ. ഓ മൈ ഗോഡ്, ഫിഷിംഗ് റോഡ് തീർന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഫിഷ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ എന്താ സ്റ്റാറുള്ള ഫിഷൊക്കെ? കുഴപ്പമില്ല, വന്ന് വെറുതെ അല്ല. ഇന്ന് താഴെ വീഴുമോ? ഇല്ല. ഓക്കെ, കുഴപ്പമില്ല. തിരിച്ചു പോയിട്ട് ഇയാളെന്താ ചെയ്യാൻ പോകുന്നത് നോക്കട്ടെ. ഒരു മീനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടുമായിരിക്കും. ഈ 20 മീൻ വേണോ അതിന്? 2, 15 എന്തായിരിക്കും? നോക്കിക്കോട്ടെ. ട്രേഡ് ചെയ്യാൻ പറ്റും. ശരി. ഇതൊന്നും ട്രേഡ് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും നമ്മുടെ അടുത്തില്ല. നീ കുളക്കരയിൽ ഇരിക്കുമല്ലേ, നിനക്ക് പോയിട്ട് എന്തെങ്കിലും പിടിച്ചൂടെ? താടിക്ക് കൈയും കൊടുത്തിരിക്കാതെ. പോട്ടെ. ഇവിടെ വേറെ ഒന്നുമില്ല, ഈ കുളം മാത്രമേ ഉള്ളൂ. ഫുള്ള് ബ്ലോക്ക് ചെയ്തിരിക്കുക. ഇതുവഴി അപ്പുറം പോകാനുള്ള വഴിയൊന്നുമില്ല. ഫിഷ് ഫുഡ് ഉണ്ട് നമ്മുടെ കയ്യിൽ. കുറച്ച് ഫിഷുണ്ട്. പിന്നൊന്നുമില്ല. ഇനി എങ്ങോട്ട് പോകാനുള്ള വഴിയുമില്ല. ഇനി നേരെ നമ്മൾ തിരിച്ചു പോയി നോക്കാം. ഹ്യൂമാനിറ്റേറിയൻ ബോക്സ് വീണിട്ടുണ്ട്. അവിടെ നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയാലോ? ഗെറ്റിംഗ് ഇൻ ടച്ച് വിത്ത് യു സർപ്രൈസ്. നിലവിൽ ഈ ബോക്സിനടുത്തോട്ട് പോയി നോക്കാം. എന്തെങ്കിലും സാധനം കിട്ടാതിരിക്കില്ല. എനർജി ഉണ്ട് നമുക്ക് ബാക്കി. അതുകൊണ്ട് നമുക്ക് നേരെ ആ ബോക്സിനടുത്തോട്ട് പോവാം. ബോക്സിനടുത്ത് പോയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. അവിടെ ചെന്ന് എന്തെങ്കിലും കളക്ട് ചെയ്യാം പറ്റുമോ എന്ന് നോക്കാം. ചില സോംബീസ് ആസിഡ് സ്പിറ്റ് ചെയ്യും നമ്മുടെ പുറത്ത്. എന്തിനാ ഇങ്ങനെ ഓടിപ്പോകുന്നേ?
നമ്മൾ വന്ന സാധനം കുറച്ച് ഫുഡ് വേണം നമ്മുടെ കുട്ടികൾക്ക്. 1 2. പക്ഷേ ഇവിടെ ഇങ്ങനെ നടന്ന് കളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡെഡാവും ചിലപ്പോൾ. കാരണം എൻ്റെ കയ്യിൽ എനർജി ഇല്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കേണ്ടി വരും. കഴിച്ചിട്ട് എനർജി കൂട്ടിയില്ലെങ്കിൽ ആരെങ്കിലും വന്ന് നമ്മളെ കൊല്ലും. നിലവിലിപ്പോൾ ആദ്യം ഇതിനെ തട്ടാം. വളരെ പവർഫുള്ളായിട്ടുള്ളൊരു വെപ്പണാട്ടോ ഇത്. തുറക്കുന്നുണ്ട്. അതിനപ്പുറത്തൊരു സോംബിയുണ്ട്. ഇവിടെ നിന്ന് എന്താ എടുക്കാൻ പറ്റും നോക്കട്ടെ. ഇതിലുള്ളത് നമുക്ക് എടുക്കാം. എന്തെങ്കിലും ബാൻഡേഡോ മറ്റോ കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. തുറക്കുന്നു. സോറി, എല്ലായിടത്തും ടേക്ക് ഓൾ. എല്ലായിടത്തും അതൊക്കെ പമ്മി പോവാം. ഈ മാൻ മുമ്പിൽ കയറുന്ന ഇങ്ങനെ പ്രലോഭിപ്പിക്കുമോ? ഈ തള്ളയെ അടിച്ചു കൊല്ലാൻ ഒരു സമയം എടുക്കുമോ? 2 3. ഇവിടെ തന്നെ തിരിച്ചു വരണം. ഹ്യൂമനിറ്റേറിയൻ ബോക്സ്. പക്ഷെ അവിടെ വരാൻ പറ്റുമോ അറിയത്തില്ല. ഉള്ള സാധനങ്ങൾ മൊത്തം പോയി. അയ്യോ, ഫ്യൂൽ ഉണ്ടായിരുന്നു, ഫിഷ് ഉണ്ടായിരുന്നു, എന്തൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം പോയി. പക വിട്ടണം. എക്യുപ്പ്. എക്യുപ്പ് എപ്പോഴും ആവശ്യം വരുമെന്ന് പറയാൻ പറ്റില്ല. ഇനി അവിടത്തേക്ക് പോകാൻ പറ്റുമോ? എനിക്ക് എപ്പോഴേ തോന്നി, ആ എനർജി ഇല്ലാണ്ട് ചെന്നിറങ്ങിയപ്പോഴേ തോന്നി എപ്പോഴും ബാൻഡേജ് ഞങ്ങളെ കയ്യിൽ ഇങ്ങനെ കരുതിയിരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഹ്യൂമനിറ്റേറിയൻ ബോക്സ് ഇല്ല, ഇപ്പോഴൊന്നും ചെല്ലാൻ പറ്റില്ല. ഹോമിൽ തന്നെ തിരിച്ചെത്തി. എങ്ങോട്ടാ പോകുന്നേ? പുതിയ ഏതെങ്കിലും സ്ഥലത്ത് പോകണമല്ലോ. പോയത് പോട്ടെ. ഇനി നമുക്ക് എങ്ങോട്ട് പോകാം? ഇവിടെ പോയി നോക്കാം. ഒന്നുമില്ലാണ്ട് പോകുന്നത് ഇല്ല. ലെവൽ 20 റിക്വയർഡ്. ഫൈൻ. ഗ്യാസ് സ്റ്റേഷനിൽ പോയി നോക്കാം. പോസിബിൾ റൂട്ട് ഇത്രയും കാണിക്കുന്നുണ്ട്. ഗ്യാസ് സ്റ്റേഷനിൽ പോയിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം. വല്ലാത്തൊരു മോശമായിപ്പോയി അല്ലേ? ഗണ്ണെടുത്ത് കൈ പിടിക്കണ്ട. ഷൂട്ട് ചെയ്യാനും അറിയത്തില്ല. വെസ്റ്റ്. മറ്റേതും പോയി. ഒരു സാധനം ഇല്ലാണ്ട് ചെന്ന് കയറിയിരിക്കുക കയ്യിലോട്ട്. ഇവിടെ ആരാ ഉള്ളേ? യു ആർ നോട്ട് ഓൺ ദ ലിസ്റ്റ്. ആയിക്കോട്ടെ. ഇതൊന്ന് തട്ടിയാലോ ഷാച്ചേട്ടാ? ഇതെന്തെങ്കിലും എടുക്കാൻ പറ്റുമോ? വല്ല കുപ്പിയോ പാട്ടയോ പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ? ഐ സീ. ഓക്കെ. ഇതൊക്കെ വലിയ ടീമുകളുടെ സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെ എന്തോ സംഭവം കാണുന്നുണ്ട്. എല്ലാത്തടത്തും പൈസ. പെട്ടിയിലൊന്നുമില്ല. ഇനി ഇവിടുന്ന് പോയിട്ട് ഇങ്ങോട്ട് പോകാനാ വലിയ കാര്യമൊന്നുമില്ലാന്ന് തോന്നുന്നു. ഇയാളെ തട്ടിയാലോ? ഇയാളെ തട്ടാൻ പറ്റില്ല. ഇയാൾ എങ്ങോട്ട് പോകുന്ന നോക്കട്ടെ. അവിടെ ഒരാളോ? ഉള്ളിലോട്ട് പോകാനുള്ള വഴി കാണിക്കുന്നുണ്ട്.
ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് കയ്യും വീശി പോകേണ്ടി വരുമോ? ആ മീൻ പിടിക്കുന്ന സ്ഥലത്ത് പോയിട്ട് മര്യാദയ്ക്ക് ആ സാധനം പിടിച്ച് തിരിച്ചു വന്നാൽ മതിയായിരുന്നു. ഇത്രയുള്ള ബ്ലോക്ക്ഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ എങ്ങനെയാണ് വരണ്ടേ? ഞാൻ ഇതിനകത്തേക്ക് ഇടണമെങ്കിൽ ഓക്കെ, ഇയാളുടെ കൂടെ പോയി നോക്കാം. ഇയാൾ വരുമ്പോൾ ഓപ്പൺ ആക്കുമല്ലോ. അതിക്രമിച്ച് കയറാം. അതിക്രമം നടക്കൂല. എന്തൊക്കെയോ പരിപാടികളുണ്ട് കേട്ടോ ഇവിടെ. ഇവരൊക്കെ ക്ലാനിനകത്തുള്ളതാണ്. അതിന് വലിയ കമ്മ്യൂണിറ്റിയാണ്. നമുക്ക് ക്ലാനിൻ്റെ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ആ, ചോപ്പർ റിക്വയർഡ്. എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും ഒന്നുമില്ല. ആകപ്പാടെ ദുരിതത്തിലാണ്. കുറച്ച് തീയെങ്കിലും കൊണ്ടിട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഇവിടെ വന്നത് വെറുതെ ആയിട്ടുണ്ട്. നമ്മൾ അകത്തോട്ട് കയറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് വേറെ മാർഗങ്ങളൊന്നുമില്ലേ? നമ്മൾ ഈയിൽ ഞെക്കിയിട്ടുണ്ട്, ഒന്നും വർക്കാവുന്നില്ല. ഈ പ്രസ് ചെയ്തു, പ്രസ് ഈ സെറ്റിങ്സ് ഒന്നും വർക്കാവുന്നില്ല. ഇവിടെ കയറാനുള്ള മാർഗമൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുവാണ്, തിരിച്ചു പോകുന്നു. ഒന്നും കിട്ടാത്തൊരു ദിവസം. 2 മാനിനെങ്കിലും പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ പാവം എൻ്റെ കുഞ്ഞുങ്ങൾ അവർ വിശന്ന് കരയും. ഫുഡ് കൊടുക്കാണ്ട് പ്രഷറിലാക്കല്ലേ എന്നെ. 41 മിനിറ്റ്. ഇതെന്ത് ബങ്കറല്ലേ? അല്ല, ഇത് ബങ്കർ ആൽഫ. ഇവിടെ പോയാലൊന്നും കിട്ടാനില്ല, ഹാച്ചറ്റൊന്നും ഇല്ലാണ്ട്. ടവറിൽ പോകാൻ പറ്റില്ല. അപ്പോൾ പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ ആകെപ്പാടെ പൈൻ ഫോറസ്റ്റ് മാത്രമേ ഉള്ളൂ ഈ നിലവിലിനി. ഇവിടെയോ കൊടൂരമാണ്, സോംബികളുള്ള സ്ഥലമായിരിക്കും. ഇവിടെ പറ്റില്ല. ഇനി പോകാൻ പറ്റുന്ന സ്ഥലം പറ്റില്ല, എങ്ങോട്ടും പറ്റില്ല. ഇവിടെ നമ്മൾ പോയതാണോ? ഇവിടെ പോയതല്ലേ ശരിക്കും? പോയി നോക്കാം. എന്തായാലും വെറും കൈയോടെ തിരിച്ചു പോകുന്നതല്ലേ, എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ബട്ട് ഈ ആംബുലൻസിൻ്റെ അടുത്ത് പോയായിരുന്നല്ലോ. ഇനി 42 കൂടി നമ്മളുടെ അടുത്ത് എനർജി ഉള്ളൂ. ആ 42 എനർജിയും കൂടെ കഴിഞ്ഞാൽ ഡീലർ ജോ ഒരു സപ്ലൈ എക്സ്ചേഞ്ച്. ആ, ഗണ്ണ് കയ്യിലുണ്ട്. ഇത് കൊടുത്തിട്ട് എന്തെങ്കിലും വാങ്ങാൻ പറ്റുമോ നോക്കാം. എൻ്റർ. ഹലോ മിസ്റ്റർ ജോ. വളരെ പതുക്കെ പോകേണ്ട ജോയുടെ സ്ഥലമല്ലേ ഇത്? ബ്രോ ജോ. ഡീലർ ജോ എൻ്റെ ആകെ ഒരു സ്പ്രിങ് മാത്രമേ ഉള്ളൂ മോനെ. ഡീലർ ജോയെ ചാമ്പിട്ട് വിടുന്ന എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ നോക്കട്ടെ. ഒന്നും എടുക്കാനില്ല. വെറും കൈയോടെ തിരിച്ചു പോകേണ്ടി വരുന്നുണ്ടല്ലോ ജോമോനെ. ചെറിയ ജോമോൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് പറഞ്ഞിരിക്കാം. അത് കഴിഞ്ഞിട്ട് പോവാം. എന്താ വേണ്ടിയ? സ്റ്റീൽ ബാറോ? ഇത്ര ഐറ്റംസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജോ നമുക്ക് സാധനങ്ങൾ തരുമെന്നാണ് പറയുന്നേ. കോട്ട ജോ കുട്ട പാപ്പരാസിയാണോ?
വലിയ ആളായി തിരിച്ചു വരാൻ ഞാൻ. ഇവിടെ പോകാൻ എത്ര എനർജി വേണം? 8 എനർജി. അവിടെ തന്നെ പോയി നോക്കാം. പക്ഷെ അവിടെ കയറിയിട്ട് പോയാൽ മതിയായിരുന്നു. പറഞ്ഞിട്ടെന്താ, ഇന്നത്തെ ദിവസം സന്തോഷമായിട്ട് തുടങ്ങിയതാ. ഒരു സാധനം ഇല്ലാണ്ടായല്ലോ. ഇവിടെ വന്നത് തന്നെയാണ്. ഇവിടെ നമ്മൾ പെട്രോൾ അടിച്ചുകൊണ്ട് പോയ സ്ഥലമാണ്. പൊട്ടിക്കാനും പറ്റില്ല. അതൊന്നുമില്ല. ഈ വീട് നമുക്കറിയാവുന്ന സ്ഥലം തന്നെയാണ്. പക്ഷേ ഒരു ക്വാഡാലി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തട്ടിക്കൊല്ലായിരുന്നു. എല്ലാ സ്ഥലത്തും പോയി. നമ്മളിനി ഒരു സാധനം ഇല്ലാണ്ട് തിരിച്ചു പോവാ. നമുക്കിനി എവിടെ പോവാം? ഇന്ന് ശരിക്കും ഈ വീഡിയോ ഇടണോ? കാരണം ഇതിനകത്തൊന്നും ഇല്ല. പക്ഷേ നമ്മൾ പുതിയതായിട്ട് കണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഉള്ളത് കൊണ്ട് ഞാനിത് പോസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ ബൈ, സി യു അണ്ടിൽ നെക്സ്റ്റ് ടൈം. കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടമുള്ള കമൻറ്റുകൾ ഇടുക. താങ്ക് യു, ബൈ ബൈ.